ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ 2024 നവംബർ മാസം 13-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നവംബർ മാസം 13-ാം തീയതി ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് തുലാം മാസം 28-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതി കാർത്തിക മാസം 22-ാം തീയതിയാണ്. ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 5:56 അതുപോലെ തന്നെ തിഥി ദ്വാദശി തിഥിയാണ്. ഉദയാൽപരം നക്ഷത്രമായി വന്നു ചേരുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച സൂര്യോദയത്തിന് മുമ്പുള്ള ബുധനാഴ്ചത്തെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ 6:17 അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് 5:42 രേവതി നക്ഷത്രം ആരംഭിക്കും. രേവതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ആണ് ഞാൻ പറഞ്ഞത്. രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച സൂര്യോദയത്തിന് മുമ്പുള്ള 5:42. ഈ രേവതി നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 3:12 അപ്പോൾ രേവതി നക്ഷത്രം ബുധനാഴ്ച പകലും രാത്രിയും കഴിഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ 3:12 അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് ബുധനാഴ്ച രാവിലെ 5:42 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 3:12 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ നക്ഷത്രം ഏതാണെന്നും ജനിച്ച സമയം വെച്ച് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോയിൽ കൂടി ആദ്യമായിട്ട് പറഞ്ഞു തന്ന കാര്യം. ഇനി അടുത്ത് പറയുന്നത് നക്ഷത്രം രേവതി നക്ഷത്രമാണല്ലോ. അപ്പോൾ രേവതി നക്ഷത്രം ബുധനാഴ്ച ദിവസം വന്നു. ഈ രേവതി നക്ഷത്ര പ്രകാരം 27 നാളുകളിൽപ്പെട്ട ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. നവഗ്രഹങ്ങൾ തരുന്ന നക്ഷത്രഫലമല്ല, ഈ നക്ഷത്ര പൊരുത്തം വെച്ച്, അതായത് ഇപ്പോൾ ഒരു ദിവസം ഒരു നക്ഷത്രം വന്നാൽ ആ നക്ഷത്രം അനുകൂലമായിട്ടുള്ളവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്രകാരം രേവതി നക്ഷത്രം ബുധനാഴ്ച ദിവസം വന്നപ്പോൾ ആ രേവതി നക്ഷത്രപ്രകാരം 27 നാളുകളിൽപ്പെട്ട തിരുവോണം, ചതയം, തൃക്കേട്ട, മൂലം, പൂയം, ആയില്യം, ഉത്രട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അവർക്കൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഒരുപക്ഷെ നവഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതി പ്രകാരം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ പോലും അതൊന്നും അവർക്ക് ബാധിക്കാത്ത വിധത്തിലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. രേവതി നക്ഷത്രപ്രകാരം അവർക്ക് അനുകൂലമായ ദിവസമാണ്. തിരുവോണം, ചതയം, തൃക്കേട്ട, മൂലം, പൂയം, ആയില്യം, ഉത്രട്ടാതി എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നു എന്ന് ജ്യോതിഷം പറയുന്നു. എന്നാൽ ഈ ബുധനാഴ്ച ദിവസം രേവതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അവിട്ടം, പൂരുട്ടാതി, ഉത്രാടം എന്നീ 3 നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളൂ. അവർ സൂക്ഷിക്കണം. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അന്നത്തെ ദിവസം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജ്യോതിഷം നൽകുന്നത്. അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചിലർ ബുധനാഴ്ച ദിവസം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു ഉദ്ദേശിക്കുന്ന പോലെയുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല, പോയ കാര്യം സാധിച്ചില്ല, അപ്പോൾ വലിയ നിരാശയിലൊന്നും അല്ലായിരിക്കും അവർ തിരിച്ചു വരുന്നത്. അത് ഞാൻ വലിയ പ്രതീക്ഷിച്ചൊന്നുമില്ല, പിന്നെ കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിൽ പോകുന്നവർ ഉണ്ട്. അതാണ് അങ്ങനെയുള്ളവരാണ് സാധാരണ ജീവിതാനുഭവം എന്ന് പറയുന്നത്. എന്നാൽ പ്രതീക്ഷയോടുകൂടി പോയിട്ട് നിരാശപ്പെട്ട് വരുമ്പോൾ അത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറും. അതാണ് ഈ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. അവർ വളരെ പ്രതീക്ഷയോടുകൂടി പോയി കാര്യം സാധിച്ചില്ല, നിരാശപ്പെട്ട് വളരെ വിഷമത്തോടുകൂടി തിരിച്ചു പോന്നു. ഒരാളോട് തലേദിവസം കുറച്ച് പണം ചോദിച്ചിരുന്നു, തരാമെന്നും വാക്ക് പറഞ്ഞു, നാളെ തരാമെന്ന് പറഞ്ഞു. നാളെ ചെന്നപ്പോൾ ഒന്നുകിൽ ആ വ്യക്തിയെ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ വ്യക്തി പെട്ടെന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാതെ വരും. അപ്പോൾ അതാണ് തലേദിവസത്തെ നക്ഷത്രം വെച്ച് അവർ തമ്മിൽ
ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി. ആ നക്ഷത്രപ്രകാരം അവർക്ക് അനുകൂലമായ ദിവസമായിരുന്നു. അവർ ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പ്രതികൂലമായ നക്ഷത്ര ദിവസമായപ്പോൾ അവർ പോയ ആൾ പറഞ്ഞു, അയ്യോ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് തരാൻ പറ്റിയില്ല, അല്ലെ എൻ്റെ കയ്യിലേക്ക് വന്നില്ല, എനിക്ക് തരാമെന്ന് പറഞ്ഞ ആൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ കാര്യം സാധിക്കാൻ പോകും. അപ്പോൾ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ, അത് നിരാശപ്പെടും. അതാണ് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 10:47 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:47 മുതൽ 4:47 വരെയുള്ള സമയവും ശുഭസമയമാണ്, പൊതുവായിട്ടുള്ള സമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും ഈ അധ്യായത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 13 ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. എതിർമാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ തീയതികളൊക്കെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരുന്നു. അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. നിരാശപ്പെടാതെ പരിഹാരങ്ങൾ ചെയ്യുക. എന്താണ് പരിഹാരം? മഞ്ഞ, നീല, ഇളം നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ 3 അക്ഷരങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ മാറിപ്പോവും. അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ബുധനാഴ്ച ദിവസം 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർ നിങ്ങളുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.